നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ ചായ കുടിക്കാൻ വിളിക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ ചായ കുടിക്കാൻ വിളിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഫോണിൽ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ? ഞാനില്ല, ഞാൻ എൻ്റെ ഫോണിൽ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഐ എം വാച്ചിങ് എ മൂവി ഓൺ മൈ ഫോൺ ആണോ, ഐ എം വാച്ചിങ് എ മൂവി ഇൻ മൈ ഫോൺ ആണോ? ഇവിടെ എല്ലാ വേർഡ്സും സിമിലർ ആണല്ലേ. ആകെ ഡിഫറൻസ് വരുന്നത് ഓൺ മൈ ഫോൺ, ഇൻ മൈ ഫോൺ. അപ്പൊ ചെറുതാണെങ്കിലും ഈ ഇൻ, ഓൺ എന്നീ വേർഡ്സിനൊക്കെ അർത്ഥവ്യത്യാസങ്ങളുണ്ട്, മീനിങ് ഡിഫറൻസ് ഉണ്ട് അല്ലെ. ഫോൺ എന്ന് പറയുമ്പോൾ മാത്രമല്ല, ടി വി, ലാപ്ടോപ്പ്, മറ്റ് സോഷ്യൽ മീഡിയ ഇതൊക്കെ പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ഓൺ എന്നാണോ പറയുന്നത്, ഇൻ എന്നാണോ പറയുന്നത്? ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ വാട്സാപ്പിൽ സംസാരിക്കുകയാണ്. ഞാൻ വാട്സാപ്പിൽ സംസാരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം പറഞ്ഞ സെന്റൻസും ഇവിടെയും എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്തെങ്കിലും കാണുമ്പോഴോ വായിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ വർക്ക് ചെയ്യുമ്പോഴോ വി ആർ യൂസിങ് എ ഡിവൈസ് അല്ലേ. ഇനി ഓഫൺ ഹാപ്പൻസ് ഓൺ ദ സ്ക്രീൻ, നോട്ട് ഇൻസൈഡ് ഇറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ആക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ആക്ഷൻ ഹാപ്പൻസ് ഓൺ ദ സ്ക്രീൻ, നോട്ട് ഇൻസൈഡ് ഇറ്റ്. സ്ക്രീനിലായതുകൊണ്ട് നമ്മൾ പറയേണ്ടത് ഓൺ എന്നാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ സെന്റൻസിൽ നമുക്ക് പറയാം, ഹി ഈസ് ടോക്കിംഗ് ഓൺ വാട്സാപ്പ്. ഹി ഈസ് ടോക്കിംഗ് ഓൺ വാട്സാപ്പ്. സർഫേസ് ആണ്. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പറയുന്നത്? ഹി ഈസ് ടോക്കിംഗ് ഓൺ വാട്സാപ്പ്. ഇനി ടോക്കിങ്ങിന് പകരം ചാറ്റിംഗ് ആണെങ്കിലോ, അപ്പോഴും നമ്മൾ ഓൺ വാട്സാപ്പ് എന്നാണ് പറയുന്നത്. ഹി ഈസ് ചാറ്റിംഗ് ഓൺ വാട്സാപ്പ് എന്ന്. ഇനി ഫോണല്ല ടി വി ആണെങ്കിലോ, അവിടെ നമ്മൾ സ്ക്രീനിലൂടെ കാണുകയല്ലേ, അപ്പൊ നമ്മൾ പറയാ ഓൺ ആണ്. നോക്കിയേ, ദ ന്യൂസ് ഈസ് ഓൺ ടി വി. ദ ന്യൂസ് ഈസ് ഓൺ ടി വി. ദ മാച്ച് ഈസ് ഓൺ ടി വി. കണ്ടോ, ഓൺ ടി വി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും കാണുക, വായിക്കുക ഒക്കെ ചെയ്യുമ്പോൾ സ്ക്രീനിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ദ ന്യൂസ് ഈസ് ഓൺ ടി വി, ദ മാച്ച് ഈസ് ഓൺ ടി വി എന്ന് പറഞ്ഞത്. ഇനി ടി വി അല്ല, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഏത് തന്നെയാണെങ്കിലും അവിടെ നമുക്ക് ഇതാണ് നമ്മളുടെ ആക്ഷൻ, അല്ലെങ്കിൽ ഇത്തരത്തിലാണ് നമ്മളുടെ ആക്ഷൻ എങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺ എന്ന പ്രിപ്പോസിഷൻ ആണ്. ഒന്ന് രണ്ട് സെന്റൻസ് കൂടി പറയാം. ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? ഐ ആം വാച്ചിങ് എ വീഡിയോ. ഇന്നാണോ ഓൺ ആണോ? ഓൺ യൂട്യൂബ് അല്ലേ, ഓൺ യൂട്യൂബ്. ഐ ആം വാച്ചിങ് എ വീഡിയോ ഓൺ യൂട്യൂബ്. അവൻ ഫേസ്ബുക്കിൽ എൻ്റെ ഫ്രണ്ടാണ്. അവൻ ഫേസ്ബുക്കിലെ എൻ്റെ ഫ്രണ്ടാണ്. ഹി ഈസ് മൈ ഫ്രണ്ട്. ഹി ഈസ് മൈ ഫ്രണ്ട് ഓൺ ഫേസ്ബുക്ക് അല്ലേ, ഓൺ ഫേസ്ബുക്ക്. ഹി ഈസ് മൈ ഫ്രണ്ട് ഓൺ ഫേസ്ബുക്ക്. ഇനി നോക്കിയേ, ഞാൻ അവൻ്റെ നമ്പർ എൻ്റെ ഫോണിൽ തിരയുകയാണ്, സെർച്ച് ചെയ്യുകയാണ്. ഞാൻ അവൻ്റെ നമ്പർ എൻ്റെ ഫോണിൽ സെർച്ച് ചെയ്യുകയാണ്. എങ്ങനെ എഴുതാം? ഐ ആം സെർച്ചിങ് ഫോർ അല്ലേ, സെർച്ചിങ് ഫോർ ഹിസ് നമ്പർ. ഇന്നാണോ ഓൺ ആണോ? ഓൺ മൈ ഫോൺ. ഓൺ മൈ ഫോൺ. ഓൺ മൈ ഫോൺ. ഐ എം സെർച്ചിങ് ഫോർ ഹിസ് നമ്പർ ഓൺ മൈ ഫോൺ. അപ്പോ സർഫേസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്തത്? ഓൺ മൈ ഫോൺ എന്ന് യൂസ് ചെയ്തത്. ഇപ്പോൾ ഈ സിറ്റുവേഷൻസിലെല്ലാം നമ്മൾ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഫോൺ, ടി വി ഇതിൻ്റെ എല്ലാം മുന്നിൽ ഓൺ എന്ന പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്തത്. അതിൻ്റെ അർത്ഥം ഇൻ നമ്മൾ എവിടെ യൂസ് ചെയ്യില്ല എന്നാണോ? അല്ല, ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഇൻ യൂസ് ചെയ്യുന്നുണ്ട് ചില സിറ്റുവേഷൻസിൽ. അതാണ് നമ്മൾ പറയുന്നത്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് വെൻ സംതിങ് ഈസ് ഇൻസൈഡ് ദ ഡിവൈസ്, ഫിസിക്കലിയോ ഡിജിറ്റലിയോ ഒക്കെ ആയിരിക്കുമ്പോഴാണ്. When something is inside the device, physically or digitally.
എക്സാമ്പിൾ നോക്കിയേ, ആ ഫയൽ എൻ്റെ ലാപ്ടോപ്പിലുണ്ട്. ആ ഫയൽ എൻ്റെ ലാപ്ടോപ്പിലുണ്ട്. എങ്ങനെ പറയാം? The file is in my laptop. The file is in my laptop. ഇവിടെ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്തത്. അടുത്ത സെന്റൻസ്, സിം കാർഡ് എൻ്റെ ഫോണിലുണ്ട്. സിം കാർഡ് എൻ്റെ ഫോണിലുണ്ട്. അപ്പൊ എങ്ങനെ പറയാം? The SIM is in my phone. Is in my phone. ഇവിടെ നമ്മൾ ഓൺ മൈ ഫോൺ എന്നല്ല യൂസ് ചെയ്തത്, ദ സിം ഈസ് ഇൻ മൈ ഫോൺ എന്നാണ് യൂസ് ചെയ്തത്. കാരണം ഇവിടെ ഇൻസൈഡ് ദ ഡിവൈസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ദ സിം ഈസ് ഇൻ മൈ ഫോൺ എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ സെന്റൻസ്, ഐ എം വാച്ചിങ് എ മൂവി ഓൺ മൈ ഫോൺ, ഐ എം വാച്ചിങ് എ മൂവി ഇൻ മൈ ഫോൺ. ഏതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? ഐ എം വാച്ചിങ് എ മൂവി ഓൺ മൈ ഫോൺ. സ്ക്രീനിലല്ലേ, അപ്പൊ നമ്മൾ പറയേണ്ടത് ഐ എം വാച്ചിങ് എ മൂവി ഓൺ മൈ ഫോൺ. നമ്മളുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ ഇത്തരം സംശയം ആർക്കും തോന്നാല്ലേ, ഇന്നാണോ ഓണാണോ എന്ന്. പ്രപ്പോസിഷൻസ് അങ്ങനെയാണ്, ചെറുതാണ്, പലതും പല സാഹചര്യത്തിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു.